സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രൂപം നൽകിയ സൈനിക അച്ചുതണ്ട് മെക്ക കരാർ സൗദിയുടെ തലസ്ഥാനമായ മെക്കയിൽ സൗദിയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു കരാർ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ സമവാക്യങ്ങൾ, സൈനിക രാഷ്ട്രീയ സമവാക്യങ്ങൾ, സംശയമില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ലോകക്രമത്തിൽ ഉണ്ടാക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇസ്ലാമിക് നാറ്റോ എന്ന തരത്തിലാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈജിപ്ത് ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശ് ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനും ഈ മെക്ക കരാറിൻ്റെ ഭാഗമാകുമോ എന്നാണ് ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം സൗദിയുമായി അത്ര രസത്തിലല്ല ഇറാൻ. അമേരിക്കയ്ക്ക് ഈ കരാറിൽ ഇറാൻ വരുന്നതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അതെല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നേരിടും എന്നുള്ളതാണ് ഈ കരാറിൻ്റെ പ്രധാന സവിശേഷത എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെയെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കുമെന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തു മനസ്സിലാക്കണം ഇറാൻ മെക്ക കരാറിൻ്റെ ഭാഗമാകുമ്പോൾ? സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഓഗസ്റ്റ് 7-ന് ഒപ്പുവെച്ച മെക്ക സംയുക്ത പ്രതിരോധ കരാർ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അവർ ഒരു കുടക്കീഴിലേക്ക് എത്തുന്നു എന്ന നിലയിൽ വരെ പ്രചാരണം ഉണ്ടായി. ഇസ്ലാമിക് നാറ്റോ എന്ന വിശേഷണം ഉണ്ടായി. നാറ്റോയുടെ ആർട്ടിക്കിൾ 5-ന് സമാനമായി ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ സൈനിക നീക്കം ഈ 3 രാജ്യങ്ങൾക്കെതിരായ നീക്കമായി കണക്കാക്കും എന്ന സുപ്രധാനമായ വ്യവസ്ഥയാണ് അതിൽ ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ ഈജിപ്തും ബംഗ്ലാദേശും അടക്കം മെക്ക പ്രതിരോധ കരാറിൻ്റെ ഭാഗമാകാനുള്ള സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന് കൂടി ഈ മെക്ക കരാറിൻ്റെ ഭാഗമാകാനുള്ള ക്ഷണം ലഭിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അൽ മയാദീനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്, ഇത്തരം വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഇക്കാര്യത്തിൽ സൗദി അറേബ്യയോ തുർക്കിയോ പാകിസ്ഥാനോ, അതായത് ഈ കരാറിൽ ഒപ്പിട്ട 3 രാജ്യങ്ങളോ ഇറാനോ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിന് ഈ ഘട്ടം വരെയും തയ്യാറായിട്ടില്ല. എങ്കിൽ കൂടിയും ഓഗസ്റ്റ് 7-ന് ഈ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നു. ഓഗസ്റ്റ് 10-ന് ഇറാൻ്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗൈ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഈ കരാറുമായി ബന്ധപ്പെട്ടാണ്. ഈ മെക്ക പ്രതിരോധ കരാറിൽ യാതൊരു ആശങ്കയും ഇല്ല എന്നായിരുന്നു അന്ന് ഇറാൻ നടത്തിയ പ്രതികരണം. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത്, ഈ പ്രതിരോധ കരാറിൽ സന്തോഷമേ ഉള്ളൂ. കാരണം പല രാജ്യങ്ങൾ, അതായത് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഒരു കുടക്കീഴിലേക്ക് എത്തുന്നു എന്നത് വളരെ പോസിറ്റീവായാണ് കാണുന്നത് എന്നുകൂടി അന്ന് ഇസ്മയിൽ ബഗൈ പറഞ്ഞു വച്ചിരുന്നു. ആ പ്രതികരണമാണ് ഇത്തരത്തിൽ ഒരു ക്ഷണത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇറാൻ്റെ ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. മറ്റൊന്ന്, സൗദിയുമായി ഇറാന് ദീർഘകാലമായി അവർ വിപരീത ധ്രുവങ്ങളിലുള്ള ചിരവൈരികളായ രാജ്യങ്ങളാണ്. പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉള്ള രാജ്യമാണ്. പല ഘട്ടങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടിയ രാജ്യങ്ങളാണ്. അങ്ങനെ സൗദി ഭാഗമായ ഒരു കരാറിലേക്ക്, മെക്ക പ്രതിരോധ കരാറിലേക്ക് ഇറാൻ കൂടി എത്തുന്നുവെങ്കിൽ അത് പുതിയ ഒരു ലോകക്രമം തന്നെ തീർക്കും എന്ന് വിലയിരുത്തുന്നവരുണ്ട്. തീർച്ചയായും അത്. പക്ഷേ ഈ 3 രാജ്യങ്ങളും, ഇതിന്റെ സ്ഥാപക അംഗങ്ങളായ 3 രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. മറ്റൊന്ന്, അമേരിക്കയുടെ ഒരു പ്രതികരണം കൂടി വരണമല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കരാറിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ, കരാറിന്റെ ഭാഗമായ ഏതെങ്കിലും രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് ഇതിനോട് പ്രതികരിക്കും, എല്ലാവർക്കും എതിരെയുള്ള യുദ്ധമായി കാണുമെന്നുള്ളതാണ്. അത് അമേരിക്ക ഒട്ടും സുഖിപ്പിക്കുന്ന ഒരു ഉടമ്പടി അല്ലല്ലോ കാർത്തിക്. ഒരിക്കലുമല്ല. അതുതന്നെയാണ് ഈ കരാറിനെ ശ്രദ്ധേയമാക്കുന്നതും അതിലേക്കുള്ള ഇറാൻ്റെ ക്ഷണത്തെ ഈ ഘട്ടത്തിൽ പ്രസക്തമാക്കുന്നതും. കാരണം അമേരിക്കയും ഇറാനും പാകിസ്ഥാൻ മുൻകൈയെടുത്ത് ജൂണിൽ ഒപ്പുവെച്ച സമാധാന കരാർ, ആ സമാധാന കരാർ ഏറെക്കുറെ അട്ടിമറിക്കപ്പെട്ടു, അതിൻ്റെ കാലാവധി അവസാനിച്ചു. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇറാൻ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. മാത്രമല്ല, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഇറാനെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നുവെങ്കിൽ, അതിനോട് ഇറാൻ പോസിറ്റീവായി പ്രതികരിക്കുന്നുവെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാട് അത് എന്താകും എന്നത് വളരെ നിർണായകമാണ്. എന്തായാലും സൈനിക സഹകരണം, ഒപ്പം രാഷ്ട്രീയ സഹകരണം അതടക്കമുള്ള പ്രസക്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്ന ഈ കരാറിലേക്ക് ഇറാൻ എത്തുമോ എന്നത് നിർണായകമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്, യമനിൽ അടക്കം വ്യത്യസ്ത നിലപാടുകൾ ഉള്ള രാജ്യങ്ങളാണ് സൗദിയും ഇറാനും. അതായത് അവിടെയുള്ള നിലവിൽ പുതിയതായി വന്ന സർക്കാരിനെ സൗദി പിന്തുണയ്ക്കുന്നു. അതേസമയം ഹൂതി വിമതർക്ക് എല്ലാ സഹായവും നൽകുന്ന രാജ്യമാണ് ഇറാൻ. മാത്രമല്ല, ഈ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം
പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US അസറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണങ്ങളെല്ലാം. അതിൽ സുപ്രധാനം ഒരു ഘട്ടത്തിൽ റിയാദിൽ വരെ, സൗദി തലസ്ഥാനമായ റിയാദിൽ വരെ ആക്രമണം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പുതിയ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. അങ്ങനെ സൗദി കൂടി ഭാഗമായ, സൗദി മുൻകൈയെടുത്ത മെക്ക പ്രതിരോധ കരാറിന്റെ ഭാഗമായി ഇറാനും വരികയാണെങ്കിൽ അത് നിലവിലെ കലുഷിതമായ ഇരു രാജ്യങ്ങളും തമ്മിൽ കലുഷിതമായ സാഹചര്യങ്ങൾക്ക് അയവ് വരുത്തും എന്ന് മാത്രമല്ല, അത് പുതിയ സാധ്യതകൾക്ക് വഴി തുറക്കുന്നത് കൂടിയാകും. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇറാനെ ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കുന്ന സൗദി മുൻകൈയെടുത്ത് നടപ്പാക്കിയ മെക്ക പ്രതിരോധ കരാറിലേക്ക് ഇറാൻ കൂടി എത്തിയാൽ അത് സമകാലിക ലോകക്രമത്തിൽ വളരെ പ്രസക്തമാവുകയും ചെയ്യും. തീർച്ചയായും കാർത്തിക്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.